ഹായ് കൂട്ടുകാരി, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് 1 കിലോ വെയിറ്റ് വരുന്ന ഒരു റെയിൻബോ കേക്കിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. ഇതിനായി ഞാനൊരു സ്റ്റാൻഡ് മിക്സറിൻ്റെ ബൗളിൽ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് മിക്സി ജാർ യൂസ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണ് വാനില എസൻസ്, 1 നുള്ളു ഉപ്പും 3/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതേ സമയം ഞാനൊരു അരിപ്പയിൽ കൂടെ 1 കപ്പ് മൈദയും ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ സോഡ പൗഡറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുട്ട ഇവിടെ നന്നായിട്ട് പാഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ 1/2 കപ്പ് ഓയിലൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതിലേക്ക് അരിച്ച് വെച്ച മാവ് 3 പ്രാവശ്യം ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഞാൻ ഒരുപോലെയുള്ള 6 ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈക്വൽ ഡിവൈഡ് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ബൗളിൽ നമ്മുടെ റെയിൻബോയുടെ ഓരോ കളേഴ്സ് ചേർക്കുക. ഒപ്പം ഓരോ ടേബിൾ സ്പൂണ് പാലും കൂടെ ചേർക്കുക. 1/4 ടീസ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് 6 കളേഴ്സും റെഡിയാക്കി എടുക്കുക. അതായത് നമ്മുടെ വയലറ്റ്, പിന്നെ യെല്ലോ, പിന്നെ ഗ്രീന്, ബ്ലൂ, റെഡ്, ഓറഞ്ച്, ഇങ്ങനെ ഈ 6 കളേഴ്സാണ്. നമ്മുടെ ഇപ്പോൾ 1 കിലോ കേക്ക് ആയതുകൊണ്ടാണ് നമുക്കിപ്പോൾ 6 കളേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഞാൻ 2 കളറ് 2 പാനിലായിട്ട് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രീനും ഇൻഡിഗോയും ചെയ്തിട്ടുണ്ട്. യെല്ലോ ആയിട്ടുണ്ട്, ഓറഞ്ചും ആയി, ബ്ലൂ ആയിട്ടുണ്ട്, റെഡും ആയിട്ടുണ്ട്. ഇങ്ങനെ 6 കളേഴ്സ് ഇപ്പോൾ ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ബോർഡിൽ ക്രീം നിരത്തിയിട്ട് ഫസ്റ്റ് ലെയർ, നമ്മുടെ റെയിൻബോയുടെ ഫസ്റ്റ് ലെയർ വയ്ക്കുക. ഞാനിപ്പോൾ ഒരു സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പാലും പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ചേർത്ത് ഒരു സിറപ്പ് റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ഒന്ന് സോക്ക് ചെയ്താണ് ഇത് വെക്കുന്നത്. ഞാനിപ്പോൾ അപ്പപ്പാണ് ഇത് റെഡിയാക്കുന്നത്. ഇല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് ഇത് കുതിർന്ന് വല്ലാതെ പോകും, നമുക്കെടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അപ്പോഴാണ് ഓരോന്നായിട്ട് സോക്ക് ചെയ്താണ് വെക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ക്രഷും നമ്മുടെ മിൽക്ക് മെയ്ഡും ചേർക്കുന്നുണ്ട്. ഈ ക്രഷും മിൽക്ക് മെയ്ഡൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ലെയർ ഞാൻ ചെയ്യുന്നുണ്ട്. ബ്ലൂ വെച്ചു, അടുത്ത് ഗ്രീൻ വെച്ചു, ഇനി അടുത്ത് യെല്ലോ വെച്ചിട്ടുണ്ട്. അതും എല്ലാം അപ്പപ്പാണ് സോക്ക് ചെയ്തിരുന്നത് കേട്ടോ. അത് വെച്ചിട്ടുണ്ട്. അതും ക്രീമും ക്രഷും ഒക്കെ ഒന്ന് നിരത്തിയിട്ടുണ്ട്. അടുത്ത് ഓറഞ്ച് വെച്ചിട്ടുണ്ട്. അടുത്ത് റെഡ്, ലാസ്റ്റ് നമ്മുടെ റെയിൻബോയുടെ ലാസ്റ്റ് കളറായ റെഡും കൂടെ വെച്ച് ഞാനിപ്പോൾ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ഒന്ന് എടുക്കുന്നത്. ഫൈനൽ കോട്ടിങ് ചെയ്ത് ഞാനിപ്പം ബോർഡർ ഡിസൈനും കൊടുക്കുകയാണ്. അപ്പോൾ ലാവൻഡർ ഷെയ്ഡാണ് ആ കുട്ടി എനിക്ക് ചൂസ് ചെയ്തത്. അപ്പോൾ എനിക്ക് റെഫറൻസ് പിക്ചർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയൊക്കെ അത് ചുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫൗണ്ടൻ വർക്കിലാണ് പേരുമൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ബീഡ്സൊക്കെ ഇട്ട് നമ്മുടെ കേക്ക് ഫുൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.